നിർണായക നടപടികളിലേക്ക് CPM എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. പത്മകുമാറിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയേക്കും എന്നതാണ് വാർത്ത. ഭൂരിപക്ഷം അംഗങ്ങളും കടുത്ത നടപടി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അന്തിമ തീരുമാനം നാളത്തെ ജില്ലാ കമ്മിറ്റിയിലാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് നാളത്തെ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കുകയും ചെയ്യും. അതായത് പത്മകുമാറിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയേക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് CPM അവിടെ പോകുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ശബരിമല സ്വർണ്ണക്കൊള്ളയും ഈ പത്മകുമാറിന്റെ നടപടി എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന ചോദ്യമൊക്കെ കനത്ത തിരിച്ചടിയായ പശ്ചാത്തലമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ വിഷയം മാത്രം സോൾലി ആ വിഷയം എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും CPM-നേറ്റ കനത്ത പരാജയത്തിന്റെ കാരണങ്ങളിലൊന്ന് ഈ ശബരിമല ക്ഷേത്രക്കൊള്ളയും ഈ പത്മകുമാർ വിഷയങ്ങളൊക്കെയാണ് എന്ന് CPM സംസ്ഥാന സമിതി തന്നെ വിലയിരുത്തിയതാണ്. അതിൽ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന കാര്യം MV ഗോവിന്ദൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞതുമാണ്. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതെ മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നു. നേരത്തെ കുറ്റപത്രം വരട്ടെ എന്നിട്ട് നടപടിയെടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണെങ്കിൽ കൂടിയും ഇനിയിപ്പോൾ ആ വാദങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പത്മകുമാറിനെ പുറന്തള്ളാതെ പത്മകുമാറിനെതിരെ ജനത്തിന് മനസ്സിലാവുന്ന രീതിയിൽ ബോധ്യപ്പെടുന്ന രീതിയിൽ 103 ദിവസം ഈ വിഷയത്തിൽ ജയിലിൽ കിടന്ന ആളാണ്. നടപടിയില്ലാതെ ഇനി മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നടക്കം കടുത്ത വിമർശനം, കടുത്ത വിയോജിപ്പ് അവിടുത്തെ താഴെത്തട്ടിലെ സഖാക്കൾ നടക്കമുണ്ടായി ഈ വിഷയത്തിൽ. ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, അപ്പോൾ ഈ ആത്മകഥാ ഭീഷണിയിൽ പേടിക്കാതെ പത്മകുമാറിനെ പുറത്തേക്ക് ആനയിക്കാൻ അല്ലെങ്കിൽ എക്സിറ്റ് ഡോർ കാണിക്കാൻ തന്നെയാണോ CPM-ന്റെ തീരുമാനം? കാശ്മീർ ഇപ്പോൾ ഒരു തരത്തിലും ഈ പറയുന്ന പോലെ പത്മകുമാറിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളെ ഉൾക്കൊള്ളേണ്ടതില്ല. പത്മകുമാറിനെതിരെ കടുത്ത നടപടിയിലേക്ക് തന്നെ പോകാം എന്നുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ CPIM ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എത്തിയിട്ടുള്ളത്. സംസ്ഥാന നേതൃത്വം സംബന്ധിച്ചുള്ള നിർദ്ദേശം ജില്ലാ കമ്മിറ്റിക്ക് കൊടുത്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനായിട്ട് CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. പത്മകുമാറിന്റെ പാർട്ടിയുടെ ഏറ്റവും വലിയ നടപടി, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയിലേക്ക് തന്നെ CPM കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം. അതിനപ്പുറത്തേക്ക് മറ്റൊരു നടപടി CPM പ്രസ്ഥാനത്തിനകത്തില്ല. സ്വാഭാവികമായിട്ടും പത്മകുമാർ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താകുമ്പോൾ പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധവും പത്മകുമാറിന് നഷ്ടമാവുകയും ചെയ്യും. പാർട്ടിയുടെ തണലിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, MLA അടക്കമുള്ള പദവികൾ വഹിച്ച മുതിർന്ന നേതാവാണ് പത്മകുമാർ. അതിനിടയിൽ പത്മകുമാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി അല്ലെങ്കിൽ സമ്മർദ്ദം പെടുത്തിയാൽ പോലും അതിനെ വഴങ്ങേണ്ടതില്ല. പത്മകുമാറിനെതിരെ കടുത്ത നടപടിയിലേക്ക് തന്നെ പോകണം എന്നുള്ള നിലപാട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും പത്മകുമാറിനെതിരെ നടപടി വേണം എന്നുള്ള കാര്യം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ മയപ്പെട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയിലേക്ക് പോകും. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉയർന്നപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ കഴിയാതെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പരുങ്ങലിലാകുന്ന ഒരു സ്ഥിതി കണ്ടതാണ്. ഇനിയും അങ്ങനെ മുമ്പോട്ട് പോയാൽ വീണ്ടും വലിയ തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെതിരെ കടുത്ത നടപടിയിലേക്ക് തന്നെ പോകണം എന്നുള്ള ഒരു പൊതു അഭിപ്രായം ഉയർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.